ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും ഇന്ന് ഞങ്ങൾ ഒരു കല്യാണമുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടേക്കും പോകട്ടോ. ആ ഒരു സന്തോഷം ഇന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ അങ്ങനെ ഒരുക്കണം. ഏകദേശം സമയം ഒരു 10 മണിയൊക്കെ കഴിക്കണം. പിന്നെ ഇന്ന് അക്ഷയയിലും പോകണം. ഹെസമോൾക്ക് ആധാർ കാർഡിന് കൊടുക്കാൻ വേണ്ടി പോകണം. ആധാർ കാർഡിൽ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഓൾക്ക് ജനന സർട്ടിഫിക്കറ്റിൽ പിൻകോഡില്ല എന്ന് പറഞ്ഞിട്ട് അത് ശരിയാക്കാൻ വേണ്ടി കുറേ ദിവസം വെയിറ്റ് ചെയ്ത്. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റിലൊക്കെ പിൻകോഡ് റെഡിയായി, പുതിയത് വന്നിരിക്കണം. അപ്പം ഇനി ജോലി പോകുമ്പോഴത്തേന് ആധാർ കാർഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അക്ഷയയിലും പോകണമെന്ന്. ഇനിയിപ്പോൾ ഇപ്രാവശ്യമല്ല, അടുത്ത പ്രാവശ്യം ഹെസനെ സ്കൂളിൽ ചേർക്കണം. ഇപ്രാവശ്യം സ്കൂളിൽ ചേർക്കാൻ വേണ്ടി നിന്ന സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞ് ചേർക്കാൻ പറ്റൂല, 4 വയസ്സായിട്ടില്ലല്ലോ പറഞ്ഞു. പക്ഷേ അവിടെ ഹെസൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ ചേർത്തത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേർക്കാൻ പറ്റുമെന്ന്. പക്ഷേ ചേർക്കാൻ നമ്മളെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഒന്നും കൂടെ കുട്ടീനെ ഇരുത്തേണ്ടി വരും, 10ക്ക് എത്തുന്നതിൻ്റെ മുന്നേ വയസ്സ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചേന്. അങ്ങനെ എൻ്റെ രാവിലത്തെ ചായക്കുടിയും അതേപോലെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ തിരുമ്പാൻ വേണ്ടി പോണത്. തിരുമ്പലും അടിച്ചുവരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം അക്ഷയ്ക്ക് ആദ്യം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. തുണികൾ അത്യാവശ്യം തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരുമ്പൽ കഴിഞ്ഞ് കല്ലുമ്മ അവിടെ വെച്ച് പോന്നിക്കാണ്. എന്നിട്ട് ഒന്ന് വെള്ളം പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കല്ലുമ്മ വെച്ചിരിക്കണത്. പിന്നെ എന്നിട്ട് വേണം തോരിടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഞാൻ അടിച്ചൊരു തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഹെസം. എൻ്റെ ഈ ഒരു ജോലിയും പാടെ കഴിഞ്ഞിട്ട് വേണം ഇവരെ രണ്ടാളെയും കുളിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓലെ രണ്ടാളെയും കളിച്ചാൻ വിട്ടിട്ടില്ല. ഇനി കളി കഴിഞ്ഞ് വിയർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ തലയിലൊക്കെ നനക്കും, ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങൾ വരും. അപ്പം ഞാൻ ഓലോട് എൻ്റെ ഇപ്പോൾ കഴിയും, അതുവരെ ഞങ്ങളിവിടെ ഹാളിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി പോകുന്നതാണ് ഞാൻ. വീടിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുടച്ചിട്ടില്ല. തുടക്കാൻ ചളിയും കാര്യങ്ങളൊന്നുമില്ല, അടിച്ചു വാരിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കല്ലുമ്മ വെച്ച തുണികളൊക്കെ ചെറുതായിട്ട് വെള്ളം പൊയ്ക്കണം. പിന്നെ നമുക്ക് തോരിയിട്ടാൽ മതി. ചില സമയങ്ങളിൽ ഞാനിങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യും കേട്ടോ. സമയം ഒരു 12 മണിയായ സമയത്ത് പിന്നെ ഞങ്ങളെല്ലാവരും പാടെ ഇസും ഉണ്ട് കേട്ടോ. ഓനെ അവിടെ നിർത്തി പോകുന്നില്ല. അങ്ങനെ അക്ഷയ പോകുകയാണ്. ഞങ്ങളിവിടുത്തെ അടുത്തുള്ളൊരു അക്ഷയ തന്നെയാണ്. പക്ഷെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹെസക്കുള്ള ആധാർ കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇനി എന്നിട്ട് വന്നിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തതാണ് പിന്നെ വെള്ളച്ചാട്ടത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ജൂനു പറയുന്നുണ്ട് നമുക്കിന്ന് പോകണ്ട, ഇന്നൊരു കല്യാണം ഉണ്ട് ജൂനുവിന്.
അപ്പോൾ ജുനു പറയുന്നുണ്ട് നമുക്ക് ഇന്ന് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജുനുവിന് പോകാനുള്ള ടൈം വഹിക്കണ്. പിന്നെ എന്താണ് ഇന്നാണെന്നുണ്ടെങ്കിൽ വല്ലാതെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പോകാൻ പറ്റിയ ഒരിതാണ്. അപ്പോൾ ഞങ്ങൾ അക്ഷയിൽ നിന്നൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ കുറേ അത് പോകാതിരിക്കാൻ ജുനു നോക്കിട്ടോ. പക്ഷേ കുട്ടികളോടൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഓല് നിർബന്ധിച്ച് പോകണം എന്നുള്ളത്. അങ്ങനെ അക്ഷയിൽ നിന്ന് വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചില്ലേനിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ. ഞാനിതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ കുറേ റീൽസിൽ കണ്ടിരിക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളടുത്താണെന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങനെ ഞങ്ങളിവിടെ എത്തിട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾ നല്ല മുകളിൽ നിന്ന് ചാടുക, പന്തളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വെക്കേഷൻ അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ നീന്താനും ഒന്നും വയ്ക്കില്ല, ഇസോനും വയ്ക്കില്ല. ഇവർക്കൊക്കെ വയ്ക്കൂട്ടോ. കാരണം ഇവരടുത്ത് പുഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നീന്തലും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അറിയില്ല. എത്ര ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു സംഭവം മാത്രം അറിയണില്ല. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് തന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയാട്ടോ. അങ്ങനെ ഒരു മലമന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. പിന്നെ നുണയാണോ സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് വിശ്വസിച്ച് പിന്നെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം അങ്ങനെ അടിപൊളിയാണ്. എനിക്ക് നീന്തലൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇസോനും ഹെസക്കും ഒക്കെ ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു വിധത്തിൽ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം നല്ല ആഴമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ജോലി വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല 2-3 ആൾക്കാരെ മൂടുന്ന വിധത്തിലുള്ള വെള്ളമുണ്ട് പറഞ്ഞു. ആ ഒരു സമയത്ത് ഓലിക്ക് തന്നെ വയ്ക്കുന്നത് ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇറങ്ങണ്ടല്ലോ. കുറേ നേരം ഞാനിങ്ങനെ നോക്കി നിന്ന് ഇവരെ കളിക്കണതും കുട്ടികൾ കുറേ ഉണ്ട് കേട്ടോ. കുട്ടികൾ പന്തളിച്ചാണ്. ഇവർ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോകും, അതേപോലെ അങ്ങോട്ട് വരും, മുകളിൽ നിന്ന് ചാടുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ ഞാൻ നോക്കി നിന്നു. പിന്നെ ലാസ്റ്റ് ഞാനും ആ ട്യൂബുമ്മ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ചെയ്തത്. പിന്നെ അതിൻ്റെ താഴത്ത് വെള്ളം ചാടുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ നടന്ന് പോവാട്ടോ. മുകളിലത്തെ പോലെയല്ല, താഴത്ത് നല്ല വഴുതലുണ്ട്. അപ്പോൾ ഞാൻ കാലിൽ ചോട്ടിയതും ഞാൻ നല്ല വീഴാൻ പോയിട്ടോ. കാലിൻ്റെ വിരലും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വേദനിച്ച്. കാരണം നിന്ന് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചെറുതായ രീതിയിലൊന്ന് വീണേന്. കാരണം അത്രയും നല്ല സ്ലിപ്പാവണുണ്ട്. പിന്നെ ഞാനെന്ത് വിചാരിച്ച് അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പെടണമല്ലോ ആ വെള്ളം ചാടുന്ന ആ ഒരു സ്ഥലത്തേക്ക്. അപ്പം ഞാൻ ഇരുന്നിട്ടും മുട്ടുകുത്തിയിട്ടും ഒക്കെ അങ്ങോട്ട് പോവാട്ടോ. അല്ലാതെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മുകളിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ താഴത്തേക്ക് എനിക്കധികം സിമ്പിളായിട്ടാണ് തോന്നിയത്. കാരണം എങ്ങനെയെങ്കിലും വിധത്തിൽ താഴത്തേക്ക് ആ വെള്ളം ചാടിനവിടേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മുകളിൽ എനിക്ക് നീന്താൻ പറ്റിയിട്ടില്ലെങ്കിലും മുകളിൽ എനിക്ക് കൂടുതൽ പിന്നെ ആ ട്യൂബുമ്മ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തൊന്നല്ലാതെ ഞാനവിടെ ഒന്നും എനിക്കവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് താഴത്തെങ്കിലും എനിക്ക് നല്ലപോലെ വന്നത് ഓക്കെ ആവണം, വെള്ളത്തിൽ നല്ലോണം കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എന്ത് പറയാനാ, പിന്നെ ഇവിടെ നല്ല ടാസ്ക്കാണ്. എൻ്റെ വിരലും കാര്യങ്ങളൊക്കെ ഒരുവിധം പരിവായി. ഞാൻ മുട്ട് കുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, പാറൻ്റെ അവിടെയൊക്കെ തട്ടുമ്പോൾ. പിന്നെ ഹെസമോള് അവിടെ നിർത്തിയിട്ടോ ആ ഒരു വീഡിയോ ആണത്. ഞാനവിടെ പോയിട്ട് ആ വെള്ളത്തിൻ്റെ താഴത്ത് കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മളെ തലയ്ക്ക് വെള്ളം ഇങ്ങനെ വീഴുന്ന സമയത്ത് അത്രയും വേദന ഉണ്ടായിരുന്നു. കാരണം നല്ല ശക്തിയോടുക്കനെ വെള്ളം വരികയല്ലേ. പിന്നെ കുറച്ച് അങ്ങോട്ടും കൂടി പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അവിടുന്ന് പാമ്പ് വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പാറൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു. പക്ഷേ ഇവിടെ പാമ്പ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേഗം വീട്ടിലെത്തി.
വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഒരു 6 മണിക്ക് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടോ. ജുനുവിൻ്റെ ഒരു അടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയത്, ഓല മകളെ കല്യാണത്തിന്. അപ്പോൾ ഫാമിലി ആയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജുനു കൊണ്ടുപോയതാണ്. ഞാനങ്ങനെ ഞാൻ അറിയാത്ത കല്യാണത്തിനൊന്നും ഒരുവിധം എന്നല്ല, ഞാനറിയാത്ത ആൾക്കാരെ കല്യാണത്തിന് ഞാൻ പോവലില്ല. അതേപോലെ അത്ര എനിക്ക് അടുപ്പുള്ള ആൾക്കാരെ കല്യാണത്തിന് മാത്രമുള്ളൂ പോവല്ലേ. പക്ഷേ ജുനു പോരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ സ്റ്റേജിൽ ജുനു പാട്ട് പാടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കും വേണം, ജുനുവിനും തന്നെ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു കാരണം എന്തായാലാണ് ഞാൻ പോകുന്നത്. എനിക്കൊന്നില്ലെങ്കിൽ ഒരു ഉച്ചൻ്റെ സമയം അല്ലെങ്കിൽ രാത്രിക്ക് ഈ ഒരു രണ്ടിലും കിട്ടും കൊണ്ടുള്ള സമയം ഉണ്ടല്ലോ, 4 to 6 ആ ഒരു സമയത്തുള്ള കല്യാണമൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷൻ പോലെ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണത്. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രാത്രിക്ക് ഫുഡ് വേണ്ടി വരും. എന്തായാലും കല്യാണത്തിന് ചുനുവിൻ്റെ പാട്ട് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത്. വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാട്ട് പാടാനൊക്കെ. പക്ഷേ ഞാൻ ജുനുവിൻ്റേത് മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു പാട്ട് ഏതാണെന്ന് വെച്ചാൽ ലൈലാൻ്റെ പാത എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാട്ടോ. പക്ഷേ അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് കോപ്പിറൈറ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയതാണ്. പാട്ട് പറ്റൂല. പക്ഷേ പാട്ട് അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഏറ്റവും ജുനു പാട്ടിനിൽ എനിക്കിഷ്ടമായിട്ടുള്ളൊരു പാട്ട് ഇതാട്ടോ.
എന്തായാലും ഈ ഒരു ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് ജുനുവിൻ്റെ പാട്ടൊക്കെ കുറേ പാട്ട് പാടിയിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വൈകിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനും എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ. ഓക്കെ.